നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. തന്നെ പുറത്താക്കിയില്ലെങ്കിൽ കെ.എം. മാണിയെ പുറത്താക്കുമെന്ന് പി.സി. ജോർജ്. സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടായിരുന്നുവെന്നും പി.സി. ജോർജ്. താൻ എഴുതിയ യഥാർത്ഥ കത്ത് പുറത്തുവിടുമെന്ന് സരിത എസ്. നായർ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്ത് തന്റേതല്ലെന്നും സരിത. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് 2014-15 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു. റാന്നിയിൽ ഈസ്റ്റർ കാരുണ്യ സംഗമം നടന്നു. UK മലയാളി അസോസിയേഷന്റെ സഹകരണത്തോടെ നടന്ന ഈസ്റ്റർ സംഗമത്തിൽ പങ്കെടുത്തത് നിരവധി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ. വാർത്തകൾ വിശദമായി. തന്നെ പുറത്താക്കിയില്ലെങ്കിൽ കെ.എം. മാണിയെ പുറത്താക്കുമെന്ന് പി.സി. ജോർജ്. സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടായിരുന്നുവെന്നും പി.സി. ജോർജ്. കത്തിൽ ജോസ് കെ മാണിയെക്കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ CBI അന്വേഷിക്കണമെന്നും പി.സി. ജോർജ് ഈരാറ്റുപേട്ടയിൽ വസതിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ മാണിയെ പുറത്താക്കുമെന്ന പി.സി. ജോർജ്. 1 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പി.സി. ജോർജിനെയും കൂടെയുള്ള മെമ്പർമാരെയും കേരള കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയെന്ന പ്രസ്താവനയോടെ പ്രശ്നങ്ങൾ തീരും. പുറത്താക്കിയില്ലെങ്കിൽ മാണിയെ താൻ പുറത്താക്കുമെന്നും പി.സി. ജോർജ് ഈരാറ്റുപേട്ടയിൽ തന്റെ വസതിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം കെ.എം. മാണിയോടൊപ്പം ഇനി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാണി 1 മിനിറ്റ് കൊണ്ട് തീരാവുന്ന പ്രശ്നമായിരുന്നു. മാണി പറയുകയാണ് പി.സി. ജോർജിനെയും പി.സി. ജോർജിനോടൊപ്പമുള്ള ത്രിതല പഞ്ചായത്ത് നഗരസഭ മുനിസിപ്പൽ മെമ്പർമാരെയും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. 1 മിനിറ്റ്. അതോടുകൂടി എനിക്ക് ഏതെല്ലാം സ്ഥാനങ്ങളോ അതെല്ലാം രാജിവെച്ചിരിക്കുന്നു എന്ന് ഞാനും പറയാം. ഇതിനായി 2000 പേരുള്ള കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി തിരുനക്കര മൈതാനത്ത് നടത്തും. 600 പേര് മാത്രമാണ് മാണിക്കൊപ്പമുള്ളത്. ഇവരിൽ പലരും തന്റെ ഒപ്പം നിൽക്കും. സംസ്ഥാന സമിതിയിൽ അവിശ്വാസം പാസാക്കുവാൻ തനിക്കാവും. സരിത പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടായിരുന്നു. താൻ ആ കത്ത് കണ്ടതാണെന്നും പി.സി. ജോർജ് പറഞ്ഞു. മാണിയുടെ മകന്റെ ഈ ചരിത്രം പറയുന്ന ഒരു ലാഭവും എനിക്ക് രാഷ്ട്രീയത്തിൽ ആവശ്യമില്ല. അത് ആവശ്യമുള്ളവരാണ് പുറത്തു കൊടുത്തത്. പുറത്തു കൊടുത്തവരാരാണെന്ന് UDFിലെ ഉന്നതനായ ഒരു നേതാവിന് എന്റെ സാന്നിധ്യം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്നെ ഫോണിൽ വിളിക്കുക, ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ കത്ത് ഞാൻ കൊടുത്തെന്നും പറഞ്ഞ ആൾ എന്നെ വിളിക്കുകയാണ്. വിളിക്കുമ്പം UDFിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് എന്റെ അടുത്തുണ്ട്. ഞാൻ പുള്ളിയുടെ കൈ കൊടുത്തു പോകാൻ മിണ്ടാതെ പുള്ളി എന്നോട് പറയുന്നത് മുഴുവൻ കേട്ടു. കൊടുത്തിട്ടുണ്ട്. ഉടനെ വരും എല്ലാ ചാനലും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. മനസ്സിലായില്ലേ? ഞാനത് മുഴുവൻ പുള്ളിയെ കേൾപ്പിച്ചു. അപ്പൊ പുള്ളിക്ക് ബോധ്യമായി ഞാനല്ലെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് എന്റെ തലയിലിട്ട് കൊണ്ടുവരണ്ട. അതുകൊണ്ട് DGPക്ക് പരാതി കൊടുക്കുന്നവരെ കേട്ടു. അതുകൊണ്ടായില്ല. DGP ഒന്നും വിശ്വാസമില്ല. ഇത് ആ സ്ത്രീയുടെ മൊഴിയെടുക്കണം. CBI അന്വേഷണത്തിൽ ഇടണം. CBI അന്വേഷണം. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് CBI അന്വേഷിക്കണം. അല്ലെങ്കിൽ കാശിന്റെ അടിസ്ഥാനത്തിൽ അവർ മാറുമെന്ന് പറഞ്ഞ് എനിക്കറിയില്ല സ്വഭാവമൊന്നും. നിങ്ങൾ ജനങ്ങൾക്കറിയാം. സരിതയുടെ കൈപ്പടയിൽ തന്നെയാണ് കത്തെന്നും തന്റെ വീട്ടിലെത്തിയപ്പോഴാണ് സരിത കത്ത് തന്നെ കാണിച്ചതെന്നും പി.സി. ജോർജ് പറഞ്ഞു. പർദ്ദ ഇട്ടുകൊണ്ടാണ് സരിത വന്നത്. കൂടെ ഒരു ബിസിനസ്സുകാരനും ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആദ്യം സരിതയെ കാണണ്ട എന്ന് താൻ പറഞ്ഞു. എന്നാൽ തന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് കത്ത് വായിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ കത്ത് താൻ വായിച്ചുവെന്നും തനിക്ക് സരിതയെക്കുറിച്ച് സഹതാപം തോന്നിയെന്നും പി.സി. ജോർജ് പറഞ്ഞു. ജോസ് കെ മാണിയെക്കുറിച്ച് കത്തിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ CBI അന്വേഷിക്കണം. കേരള DGPയെ തനിക്ക് വിശ്വാസമില്ല. തന്നെ UDFിൽ നിന്നും പുറത്താക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കത്ത് പുറത്തുവിട്ടത്. ഉന്നതനായ UDF നേതാവിന്റെ സമീപത്ത് നിൽക്കുമ്പോഴാണ് അയാൾ കത്ത് പുറത്തുവിട്ട കാര്യം അറിയിച്ചത്. അക്കാര്യം ഉടൻ തന്നെ UDF നേതാവിനെ നേരിട്ട് കേൾപ്പിച്ചുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുള്ളതായി താൻ കെ.എം. മാണിയെ അറിയിച്ചിരുന്നു. എന്നാൽ മാണി ആദ്യം പ്രശ്നം കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ പിന്നീട് തന്നോട് വൈരാഗ്യം തോന്നുകയായിരുന്നു. അപ്പന്റെ മകൻ തന്നെയാണ് ജോസ് കെ മാണി. താൻ ചെയ്ത കുറ്റം എന്താണെന്ന് കെ.എം. മാണി വെളിപ്പെടുത്തണമെന്നും പി.സി. ജോർജ് ആവശ്യപ്പെട്ടു. മാണി ആദ്യം മുതൽക്കേ ബഡ്ജറ്റ് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ജോസ് കെ മാണിയെ മാണിക്ക് പകരം മന്ത്രിസഭയിൽ കൊണ്ടുവരുവാൻ നീക്കം നടത്തി. ഇതിനെ തങ്ങൾ എതിർത്തിരുന്നു. താനില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ.എം. മാണി പാലായിൽ തോറ്റുപോയേനെയെന്നും പി.സി. ജോർജ് പറഞ്ഞു. മുൻ പാലാ മെമ്പർ എന്ന് വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാണി മത്സരിച്ചാൽ തോക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. സിറ്റി ന്യൂസ്, റാന്നി. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള അക്ഷരമുറ്റം ശുചിത്വമുറ്റം എന്ന വെക്കേഷൻ ക്ലാസുകൾക്ക് റാന്നിയിൽ തുടക്കമായി.
റാന്നി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മറിയാമ്മ ചെറിയാൻ വെക്കേഷൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ റാന്നി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അക്ഷരമുറ്റം ശുചിത്വമുറ്റം എന്ന ആരോഗ്യ വെക്കേഷൻ ക്ലാസുകൾക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ മറിയാമ്മ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ പോയി കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇന്ന് മധ്യവേനൽ അവധിക്കാലം ആണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ തിരക്കേറിയതായിട്ടുള്ളതായ പ്രവർത്തനത്തിൽ കൂടാണ് 2 മാസം. അവർക്ക് സമയമില്ല. ഇന്ന് പള്ളി ഞങ്ങളുടെ സഭാതലത്തിൽ നോക്കുമ്പോഴാണ് BBS മിക്കവാറും പള്ളി ആസ്ഥാനമാക്കി BBS ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ ശുചിത്വ മിഷന്റേതായിട്ടുള്ളതായ ഇതുപോലെയുള്ളതായ പരിപാടികൾ, അങ്ങനെ വിവിധങ്ങളായ സംഘടനകൾ വിവിധ തലങ്ങളിലുള്ളതായ തലത്തില് കുട്ടികളെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിന് പ്രയോജനപരമായ നല്ല നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ലതായ പഠന ക്ലാസുകൾ അവർക്ക് ലഭിക്കാനായിട്ടുള്ളതായ സാഹചര്യങ്ങൾ ഇന്ന് ഒരുക്കുന്നുണ്ട്. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ കേവള അധ്യക്ഷനായിരുന്നു. ഇന്ന് കേരളത്തിലെ പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ സമ്പന്നാവസ്ഥയിലേക്ക് മാറിയപ്പോഴും പത്തനംതിട്ട ജില്ലയിലെ അവരുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികൾ ഭംഗിയായി കൊണ്ടുപോകുവാനും ജില്ലയിലെ വളരെ പ്രധാന സ്ഥാനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഈ വർഷവും സംഘടിപ്പിക്കുവാനും അവർക്ക് സാധിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ PN മധുസൂദനൻ, ജില്ലാ കോർഡിനേറ്റർ EK സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അത് ഇഷ്ടംപോലെ എങ്ങനെ, അതായത് ഓരോ ജില്ലയിലുള്ള ടീമിനാണ് അതെങ്ങനെയായിരിക്കണമെന്നുള്ള സംഘടനകളാണ് മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പൊ ചില ജില്ലകളിൽ ഒരു സ്കൂളോട്ട് ചെന്നിട്ട് പെട്ടെന്ന് എല്ലാവരും വിളിച്ചിട്ട് അവിടെ ക്ലാസ് കൊടുക്കും. അതിന് ബ്ലോക്കിലേക്ക് അതിന്റെ കുട്ടികളുടെ ക്യാമ്പ് മാറ്റും, ബ്ലോക്കിലേക്ക് കൊടുക്കും. പക്ഷെ പത്തനംതിട്ട ജില്ലാ ശുചിത്വ മിഷൻ ചെയ്തത് വേറെ മാർഗമാണ്. 4 വർഷമായിട്ട് ആ രീതിയാണ്. ഡോക്യുമെന്റേഷൻ, ഗ്രൂപ്പ് അവതരണം, പുസ്തക പരിചയം, വാർത്താ അവതരണം, യോഗ, ഓർമ്മശേഷി വികസിപ്പിക്കൽ തുടങ്ങിയവയൊക്കെയാണ് 11-ാം തീയതി വരെയുള്ള ക്ലാസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി താലൂക്കിലെ അത്തിക്കയം വില്ലേജിൽ ഉൾപ്പെട്ട 46 ഏക്കർ സ്ഥലത്തിന് പട്ടയം അനുവദിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾക്ക് ജില്ലാ കളക്ടർ ഉത്തരവായതായി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയവർമ്മയും കോൺഗ്രസ് റാന്നി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സും അറിയിച്ചു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന് ഇരുവരും ചേർന്ന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളും സഭാ പ്രതിനിധികളും പെന്തക്കോസ്ത് സഭാ നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പങ്കെടുക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് കേരള സംസ്ഥാന ശതാബ്ദി സമ്മേളനം 2015 ഏപ്രിൽ 15 ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ 8 വരെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ VS ശിവകുമാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീമതി K ചന്ദ്രിക തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും. റവറൻ ഡോക്ടർ D മോഹൻ, റവറൻ TJ ശാമുവൽ, റവറൻ VT എബ്രഹാം, റവറൻ N പീറ്റർ തുടങ്ങി 10,000 പങ്കെടുക്കുന്ന പ്രസ്തുത സമ്മേളനത്തിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0475222480 9895230365. ആശംസകളോടെ പ്രൊസ്പെക്ടർ KC ജേക്കബ്, അസംബ്ലീസ് ഓഫ് ഗോഡ് റാന്നി വെസ്റ്റ് സെക്ഷൻ ആൻഡ് പ്രൈഡ് മോട്ടോഴ്സ് റാന്നി. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadsheri-Kara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect Lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. താൻ എഴുതിയ യഥാർത്ഥ കത്ത് പുറത്തുവിടുമെന്നും സരിത എസ് നായർ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്ത് തന്റേതല്ലെന്നും കത്തിനെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നും സരിത നായർ പറഞ്ഞു. പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു സരിത എസ് നായർ. തന്റെ പേരിൽ പുറത്തുവന്ന വിവാദത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുമെന്ന് സരിത എസ് നായർ പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കത്ത് വ്യാജ്യമാണ്.
ഇത് ശാസ്ത്രീയമായി തെളിയിക്കുമെന്നും സരിത പറഞ്ഞു. യഥാർത്ഥ കത്ത് പുറത്തുവിടുമെന്നും അവരറിയിച്ചു. ഒരാൾ തന്നെ എഴുതിയ കത്തിന്റെ വിവിധ ഭാഗങ്ങൾ ആദ്യം ഒരു ലാസ്റ്റ് വിട്ടു. ഇപ്പൊ കുറച്ചുകൂടെ അത് ഏക്കുന്നില്ല എന്നുണ്ട്. കുറച്ചുകൂടി വിട്ടു. ഇന്ന് ഞാൻ യഥാർത്ഥ കത്ത് ഇപ്പൊ വൈകുന്നേരം പുറത്തു വിടുന്നുണ്ട്. പുറത്ത് വിടുക മീൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ ഹാൻഡ് റൈറ്റിംഗും ഇതും കൂടെ നോക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ കത്തിനകത്ത് ഇപ്പോൾ പുറത്തുവിട്ട കത്തിനകത്തും പ്യൂർലി മലയാളമാണ്. ഞാൻ അങ്ങനെയല്ല, ഓരോ കാര്യങ്ങളും ഓരോ ഇൻസിഡന്റ് വിത്ത് ഡേറ്റ്, അതിന്റെ മൊബൈൽ നമ്പേഴ്സ്, അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ എഴുതിയ ലെറ്ററാണ് എന്റെ ലെറ്റർ. ദയവ് ചെയ്ത് ഈ വ്യാജകത്തിനകത്ത് വീഴരുത്. വ്യാജകത്തിന് പിന്നിൽ PC ജോർജ് ആണെന്നാണ് താൻ വിശ്വസിക്കുന്നത്. തന്റെ കത്തിനെ കുറിച്ച് അന്വേഷിക്കുവാൻ പലതവണ PC ജോർജ് തന്നെ വിളിച്ചിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. അതായത് ഇപ്പൊ വന്നു എന്ന് പ്രചരിപ്പിക്കുന്ന കത്തിന്റെ ഫോർമാറ്റും ഞാൻ എഴുതിയ യഥാർത്ഥ കത്തും തമ്മിൽ ഒരു സാമ്യവും ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ മാത്രമാണ് എന്റെ ലക്ഷ്യം. അല്ലാതെ ഇപ്പൊ ഞാൻ വാരി വലിച്ചിട്ടിട്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്കും നേട്ടം കൊയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കില്ല. പ്രത്യേകിച്ച് PC ജോർജ്, ഇപ്പൊ KM മാണി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ഒരു ലെറ്റർ പുറത്തു വിടില്ല. അയാളെ എന്നെ ഈ പറഞ്ഞ വാക്കുകൾ, ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത വാക്കുകൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് അയാളുടെ കൾച്ചറാണ് അയാൾ ഷോ ചെയ്യുന്നതെന്നാണ്. ഇല്ല, നിയമം പറഞ്ഞില്ല. ഞാൻ അയാളുടെ നിയമ നടപടി, അയാളുമായിട്ട് നിയമ നടപടിക്ക് പോകുന്ന ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അയാളുടെ കൾച്ചറാണ് കാണിച്ചതെന്നാണ്. അങ്ങനെ കൾച്ചറലെസ് ആയിട്ട് എന്തിന്? വൈ ഷുഡ് ഐ? എന്തിനു വേണ്ടി? അയാൾ എന്റെ ആരാണ്? ഞാൻ ഏതെങ്കിലും അയാളുടെ കക്ഷിയിൽ മെമ്പറാണോ? ഞാനൊരു പൊതുജനത്തിന് ഒരു വ്യക്തി മാത്രമാണ്. എന്തിനാണ് ഞാൻ അയാളെ പേടിക്കുന്നത്? അയാൾ ആരാണ് എന്റെ? ആ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തന്നെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും സരിത പറഞ്ഞു. ജോസ് കെ മാണി അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ഇതെന്ത് കഷ്ടമാണ്. ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് തന്നെ ഇത് തോന്നുന്നത്. അതായത് ഒരു സ്ത്രീ പറയണ അവരെ ഒന്നും അയാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ എന്താണുള്ളത്? ജോസ് കെ മാണി ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. MP ഓഫീസിൽ. എന്ത് സാഹചര്യത്തിൽ? കോട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുറുപ്പന്തറയിലാണ് ഞങ്ങൾക്ക് ബ്രാഞ്ച് ഇനോഗ്രേഷൻ ഉണ്ടായത്. അപ്പോൾ കോട്ടയം MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഇനോഗ്രേഷന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ 7 സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ ഒഫീഷ്യൽ ലെറ്ററുമായിട്ട് പോയി. അദ്ദേഹത്തിന് അവൈലബിലിറ്റി ഇല്ലാത്ത കാരണം അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രസൻസ് കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ KC ജോസഫ് സാറിനെ മീറ്റ് ചെയ്ത് ലെറ്റർ കൊടുത്ത് അദ്ദേഹത്തെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തത്. മാധ്യമപ്രവർത്തകരോട് അത്യന്തം ശോഭകരമായിട്ടാണ് സരിത എസ് നായർ പ്രതികരിച്ചത്. അത് പറയൂ. ഇന്ന് വന്ന കത്തെന്ന് പറഞ്ഞ എന്ത് കത്താണുള്ളത് റിപ്പോർട്ടറിന്റെ കയ്യില്? റിപ്പോർട്ടർ TVയിലെ നികേഷ് എന്നെ ഫോൺ ചെയ്ത് ഒരു സ്ട്രിഞ്ച് ഓപ്പറേഷൻ നടത്തി. അതിനകത്ത് യഥാർത്ഥത്തിൽ എഡിറ്റഡ് ആണോ അൺഎഡിറ്റഡ് ആണോ നിങ്ങൾ കൊടുത്ത വോയിസ് ഓവർ ആണോ? നിങ്ങൾ റിപ്പോർട്ടർ TVയല്ലേ, നിങ്ങൾ കറക്റ്റായിട്ട് സത്യം പറയൂ. അതായത് അയാൾ എന്നെ വിളിച്ചിട്ട് വളരെ മാന്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ അൺഎഡിറ്റഡ് ആയിട്ട് കാണിക്കുകയാണ്. എന്നിട്ട് പറയും ഞാൻ സമ്മതിച്ചു എന്ന്. അതാണോ മാധ്യമ പ്രവർത്തനം? അതാണ് മാധ്യമ പ്രവർത്തനം. അത് ഞാൻ തെളിയിക്കാൻ എനിക്ക് ഇന്നലെ ഒരു മിനിറ്റ്, ഇന്നലെ ആ കത്ത് എന്റെ അല്ലെങ്കിൽ വൈ ഷുഡ് ഐ? നിങ്ങൾ ഉണ്ടാക്കിയ ലെറ്ററിന് ഞാൻ ഉത്തരം പറയുന്നത് എന്തിനാണ്? എന്റെ അഡ്വക്കേറ്റ് പറഞ്ഞ ലെറ്റർ ഇതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറയും? നിങ്ങൾ എഴുതിയ എഴുത്താണോ അത്? നിങ്ങൾ എഴുതിയ ലെറ്റർ ആണോ അത്? നിങ്ങൾ എഴുതിയ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ പറയൂ. ഞാൻ എഴുതിയ എഴുത്താണെങ്കിൽ ഞാൻ അതിന് ആൻസർ പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇല്ലാത്തൊരു വ്യാജ കത്തിന്റെ മണ്ടയ്ക്ക് എന്നോട് ചോദിക്കരുത്. എന്റെ കയ്യിലുള്ള കത്തിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ പുറത്തു വിടുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ വിട്ട കത്തിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയല്ല. അതിന് ബാധ്യസ്ഥയല്ല. അതിന് PC ജോർജും കൂട്ടുനിന്ന മാധ്യമക്കാരും കൂടെ ഉത്തരം പറഞ്ഞാൽ മതി. ഇല്ല, അങ്ങനെ ഞാൻ എഴുതിയ എഴുത്തിനകത്ത് ജോസ് കെ മാണി എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ഞാൻ എഴുതിയിട്ടില്ല. കോൺഗ്രസ് മന്ത്രിമാരുടെ പേരുകളും ഇല്ല. അത് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞാൻ ലെറ്റർ വിടുന്ന സമയത്ത് യു ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, അതർവൈസ് യു വോണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അത് പറയുന്നത്? ഞാൻ വിലപേശൽ നടത്തിയതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അത് കൊണ്ടുവന്നാൽ ഞാൻ പറയാം. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ആരോപണങ്ങളും സരിത തെളിയിക്കണമെന്ന് പറഞ്ഞ് ബാധ്യതയൊന്നും എന്റെ നില കെട്ടി വെക്കണ്ട. അതിന് വേറെ ആരെങ്കിലും നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ മന്ത്രി ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. യു ക്യാൻ ഷോ ദാറ്റ്. ഐ ചാലഞ്ച് യു. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കോ? ശോഭിക്കല്ല. കള്ളം പറയുന്നത് എന്തിനാണ്? നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? PC ജോർജിന് താൻ കത്ത് കൈമാറിയിട്ടില്ല. PC ജോർജ് വ്യാജമായി തയ്യാറാക്കിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നതെന്നും സരിത പറഞ്ഞു. താൻ ജോസ് കെ മാണിയെ ഒരിക്കൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. കോട്ടയത്ത് കുറുപ്പന്തറയിൽ തന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുവാൻ സഹപ്രവർത്തകർക്കൊപ്പം പോയിരുന്നു. അല്ലാതെ താൻ ജോസ് കെ മാണിയെ കണ്ടിട്ടില്ലെന്നും സരിത പറഞ്ഞു. കത്തിനെക്കുറിച്ച് CBI അന്വേഷിക്കട്ടെയെന്നും താൻ കത്തിന്റെ പേരിൽ വിലപേശിയിട്ടില്ലെന്നും സരിത പറഞ്ഞു. PC ജോർജ് പറഞ്ഞതിൽ ഒരു വാസ്തവവുമില്ല. ജോർജിനെ കണ്ടത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടാണ്. തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് സംശയിച്ചതുകൊണ്ടാണ് സഹകരിക്കാതിരുന്നതെന്നും സരിത പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സരിത എസ് നായരുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക്. എന്നെ അറിയിച്ചിരുന്നു. അതിനു മുമ്പേ തന്നെ നികേഷിന്റെ സ്റ്റാഫിനെ
വിളിച്ചിരുന്നു. ഞാൻ വേണമെങ്കിൽ വിത്ത് പ്രൂഫ് ചെയ്യാൻ കാണിച്ചു തരാം. 20 മിനിറ്റ് മുമ്പ് നികേഷ് വിളിക്കുക. എന്റെ കുഞ്ഞിന്റെ പിറന്നാളാണ് 2-ാം തീയതി, ഏപ്രിൽ 2-ാം തീയതി ഞായറാഴ്ച. എന്റെ കുഞ്ഞിന്റെ എന്റെ അമ്മൂമ്മയുടെ പിറന്നാളാണ്. അന്ന് എന്റെ വീട് നിറച്ചാളുണ്ട്. ഈ നികേഷ് വിളിക്കുന്ന എക്സൈറ്റ്ലി 20 മിനിറ്റ്സ് മുമ്പ് ഒരു സ്റ്റാഫ് റിപ്പോർട്ടറിനാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്തു. അയാളുടെ കയ്യിൽ എന്റെ കത്തെന്ന് പറഞ്ഞൊരു കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് ഞാൻ ചോദിച്ചു, എന്റെ കത്ത് ഞാൻ പുറത്ത് വിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, എന്റെ കത്തിന്റെ കോപ്പി ചില കഷ്ണങ്ങൾ, ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ജോസ് കെ മാണിയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ജോസ് കെ മാണിയെ പറ്റി ലെറ്ററോ? ഞാൻ അങ്ങനെ ലെറ്റർ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അതിനുശേഷം 20 മിനിറ്റ്സ് കഴിഞ്ഞ് വിളിച്ച നികേഷിനോട് ഞാൻ ഒബ്വിയസ്ലി ഏത് സ്ത്രീ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിച്ചു, നീ ഏതാണ് ജോസ് കെ മാണിയുടെ ലെറ്ററോ എന്ന്. അപ്പൊ നിങ്ങൾ കളിച്ച കളി, നിങ്ങൾ കളിച്ച ഡ്രാമ, അതിനാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. അതെ അതെ, അതെന്താണ്? അത് വേണ്ട, ആ ഡ്രാമയ്ക്ക് ആൻസർ പറഞ്ഞിട്ട് ഇതിന് ഉത്തരം പറയാം. സിറ്റി ന്യൂസ് റാന്നി. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലൂടെ ലക്ഷക്കണക്കിന് വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അനിൽ റാന്നിയുടെ ആക്ഷൻ ത്രില്ലർ നോവൽ മഹാപ്രഭു സിനിമയാകുന്നു. മാധ്യമപ്രവർത്തകൻ കൂടിയായ അനിൽ തന്നെയാണ് തന്റെ നോവലിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കി സംവിധാനം ചെയ്യുന്നത്. റാന്നി, ലാഹ തുടങ്ങിയ സ്ഥലങ്ങളിലായി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. നല്ല സിനിമകളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും ജീവിതത്തിലായാലും സിനിമയിലായാലും മാധ്യമരംഗത്തായാലും സാഹിത്യരംഗത്തായാലും നല്ലതിനുവേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന KV അനിൽ എന്ന പത്രപ്രവർത്തകന്റെ ആക്ഷൻ ത്രില്ലർ കഥ ചലച്ചിത്രമാവുകയാണ്. മലയാള മനോരമ വാരികയിൽ കണ്ടശയായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രഭു എന്ന ആക്ഷൻ ത്രില്ലർ നോവലാണ് അതേ പേരിൽ അനിൽ സിനിമയാക്കുന്നത്. വാരികകളിലൂടെ ഇതിനോടകം തന്നെ വായനക്കാർ നെഞ്ചിലേറ്റിയ ഒരുപിടി കഥാപാത്രങ്ങൾ അതേ രൂപത്തോടും ഭാവത്തോടും മീനമാസത്തിലെ എരിപൊരിയുന്ന വെയിലിൽ റാന്നി ഇട്ടിയപ്പാറ KSRTC ബസ് സ്റ്റാൻഡിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ജീവിക്കുകയാണ്. സിനിമ എന്നും അനിലിന് ഒരു പാഷനാണ്. അതുകൊണ്ട് തന്നെ അനിൽ പ്രേക്ഷകരോട് പറയുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിരിക്കണം എന്ന നിർബന്ധവുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തെയാകെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ കോങ്ങാട് നാരായണൻ നായരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീ ജോർജ് കോശി മൈലപ്രയും ഡോക്ടർ ബാബു കെ വർഗീസും ചേർന്ന് രചിച്ച ഇൻക്ലാബ് എന്ന നോവൽ അതേപടി അനിൽ ക്യാമറയിൽ പകർത്തി. മഹാപ്രഭു എന്ന പച്ചയായ മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇക്കുറി അനിലിന്റെ ക്യാമറാമാൻ അലക്സ് ക്യാമറ കണ്ണുകൾ തുറക്കുന്നത്. ആംബുലൻസ് ഡ്രൈവറാണ് പ്രഭു. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില നാടകീയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന കഥ. ആംബുലൻസ് ഡ്രൈവറും അയാളുടെ കാമുകിയുമായ ഇന്ദുബാല, ബോട്ട് ഡ്രൈവറും നിർധനനുമായ പാലങ്കര കുമാരൻ, അയാളുടെ രോഗിണിയായ ഭാര്യ, 2 പെൺമക്കൾ, വട്ടിപ്പലിശക്കാരൻ കോവിൽ രാജ, ഇവരൊക്കെ കഥാപാത്രങ്ങളാണ്. ഇവരെ കൂടാതെ നിരവധി കഥാപാത്രങ്ങളും മഹാപ്രഭുവിലൂടെ വന്നു പോകുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു കുടുംബത്തിനെ ബ്ലേഡ് ബാങ്കുകാരുടെ മുന്നിലെത്തിക്കുന്നതും അവരുടെ ആർത്തിയും അത്യാർത്തിയും പെരുകി നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന ആ കുടുംബത്തിലെ ചില സംഭവവികാസങ്ങളിലൂടെ കഥ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നും ആ കുടുംബനാഥന്റെ മൃതദേഹവും മൂത്തമകൾ ജ്യോതികയുമായി വരുമ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ, ഉദ്വേഗജനകമായ ചില സംഭവങ്ങൾ എന്നിവയിലൂടെ കഥ കടന്നുപോവുകയാണ്. കഥയുടെ ഗതിവിഗതികൾ ഇനിയും വായനക്കാർക്ക് മുന്നിൽ എത്താത്തതിനാൽ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ആക്ഷനും കട്ടിനുമിടയിൽ ഇത്തിരി നേരം സംവിധായകൻ KV അനിൽ സിറ്റി ന്യൂസുമായി സംസാരിച്ചു. തനിക്ക് ഏറെ പ്രതീക്ഷ തരുന്ന തന്റെ തന്നെ കഥ സിനിമയാകുമ്പോഴുണ്ടാകുന്ന ത്രില്ലായിരുന്നു അനിലിന്. എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഫീച്ചർ ഫിലിമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മൂവിയാണ്. എൻ്റെ മേക്കിങ്ങിലും എൻ്റെ മാർക്കറ്റിങ്ങിലും. ഇതിപ്പോൾ മനോരമയിൽ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ നോവലാണ്. മഹാപ്രഭു എന്നാണ് നോവലിൻ്റെ പേര്. ഇതൊരു റോഡ് ത്രില്ലറാണ്. ഒരു ആക്ഷൻ സ്വഭാവം നിലനിർത്തി പോകുന്ന ഒരു റോഡ് ത്രില്ലർ മൂവിയാണ്. മനോരമയിലൂടെ ഇപ്പോൾ ഏതാണ്ട് 80-85 ലക്ഷം ആളുകൾക്ക് സുപരിചിതമായ കഥയും കഥാപാത്രങ്ങളുമാണ്. അതെനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. അത്രയും പേർക്ക് അറിയാവുന്ന ഒരു നോവൽ, അതെൻ്റെ തന്നെ നോവൽ ഞാൻ സിനിമയാക്കുന്നു എന്നുള്ളത് വളരെ ആത്മവിശ്വാസം തരുന്ന കാര്യമാണ്. മഹാപ്രഭു എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കഥയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ രക്ഷിക്കേണ്ടി വരികയും ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൃതശരീരവുമായിട്ട് മധുരയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവർ നേരിടുന്ന തടസ്സങ്ങളും അവർക്കുണ്ടാകുന്ന വെല്ലുവിളികളുമാണ് മഹാപ്രഭു എന്ന് പറയുന്ന സിനിമയുടെ ഒരു നഖചിത്രം. നായിക വളരെ പ്രശസ്തയായ യുവതാരം ശ്രുതിലക്ഷ്മിയാണ്. ദിലീപിൻ്റെ നായികയായി റോമിയോ എന്ന ചിത്രത്തിലൂടെ വന്നയാളാണ് ശ്രുതിലക്ഷ്മി. പിന്നീട് ലിഷോയി, TP മാധവൻ, ധർമ്മജൻ, VK ബൈജു. ഒരുപാട് സൂക്ഷ്മമായ അന്വേഷണത്തിലാണ് അനിൽ തന്റെ കഥയിലെ കഥാപാത്രങ്ങളെ തേടിപ്പിടിച്ചതെന്ന് പറഞ്ഞു. അനിലിന്റെ ഹ്രസ്വചിത്രങ്ങൾക്കും ഡോക്യുമെന്ററി ചിത്രങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ച അലക്സാണ് ഈ ചിത്രത്തിന്റെയും ഛായാഗ്രഹകൻ. നായകൻ നഫീമിസിനെ കൂടാതെ റോമിയോഫയും മലയാളത്തെ മുൻനിര നായികമാരിൽ ഒരാളുമായ ശ്രുതിലക്ഷ്മിയും
ബഡായി ബംഗ്ലാവ് എന്ന ഏഷ്യാനെറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടഹാസ്യ കഥാപാത്രമായി ഇതിനോടകം മാറിയ ധർമ്മജൻ, വില്ലൻ ഭാവങ്ങൾക്ക് പുതിയ മുഖം നൽകിയ ഡോക്ടർ ജയൻ തുടങ്ങി ഒരു വൻ താരനിര തന്നെയുണ്ട് ഈ ചിത്രത്തിൽ. ഡോക്ടർ ജയൻ തന്റെ കഥാപാത്രത്തിൽ ശുഭപ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. ഇതിനകത്ത് നടേശൻ എന്ന് പറയുന്ന ക്രൂരനായ ഒരു പലിശക്കാരൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലാവുന്നതുപോലെ ആ ക്യാരക്ടറുമായി ഒത്തുചേർന്ന് പോകാൻ ഞാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്ഥിരം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും, എൻ്റെ രൂപം കണ്ടായിരിക്കാം എനിക്കിങ്ങനെയുള്ള റോളുകളാണ് കൂടുതലും കിട്ടുന്നത്. പക്ഷെ നന്നായി കോമഡി ചെയ്യാം എന്ന് തെളിയിക്കപ്പെട്ട ചില വർക്കുകളും ഉണ്ടായിരുന്നു. റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും ലാഹ തുടങ്ങിയ സ്ഥലങ്ങളിലുമായിട്ടാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. മഹാപ്രഭുവിന്റെ കൂടുതൽ ലൊക്കേഷൻ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് സിറ്റി ന്യൂസിലൂടെ കാണാം. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 19 മുതൽ 21 തീയതി വരെ നടക്കും. 21 തീയതി ചൊവ്വാഴ്ച 10:30 തന്ത്രി മുഖ്യൻ പറമ്പൂരില്ലത്ത് ബ്രഹ്മശ്രീ രാകേഷ് നാരായണൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നവകം, കലശം, ശ്രീഭൂതബലി എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12:30 മുതൽ സമൂഹ സദ്യ നടക്കും. വൈകിട്ട് 4 പാരൂർ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര നടക്കും. ഇടവേള. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers. World standard classrooms, thoroughly hygienic washroom facilities, special training for phonics based reading, latest version of smart class system, indoor and outdoor child friendly play materials, bus facilities supervised by assistants and teachers, regular interaction with parents, eco friendly passages with ample space for the children to move around. For excellence in education. Raise your child to international level by placing them in good hands at Cornerstone International. Admission started for 2015-16. Cornerstone International School, Udimuda, Rani. വാർത്തകൾ തുടരുന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കർഷകർക്കുള്ള കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തു. 26 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന കാർഷിക യന്ത്രങ്ങളാണ് വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2014-2015 വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന കാർഷിക യന്ത്രങ്ങളുടെ ബ്ലോക്ക് തല വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. കർഷകരെ സഹായിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാർഷിക യന്ത്രങ്ങൾ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടി 26 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി മാറ്റിവെക്കുകയും ഓരോ ഡിവിഷനിലെയും കർഷക സംഘങ്ങൾക്ക് അത് നൽകുകയും ചെയ്യുകയാണ്. ഈ കിട്ടുന്ന ഉപകരണങ്ങൾ നിങ്ങളത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്. വെറുതെ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് പ്രാധാന്യം കൊടുക്കാതെ അത് മാറ്റിവെക്കുന്ന പ്രവണത മാറ്റി നമുക്ക് പ്രയോജനപ്രദമാക്കണം. പ്രത്യേകിച്ച് ഇന്ന് കാർഷിക മേഖല യുവജനങ്ങൾ പിന്മാറുന്ന ഒരു സാഹചര്യമാണ്. അവരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള കാർഷിക യന്ത്രങ്ങൾ നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MS രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കാർഷിക മേഖല ഒരു മുരടിപ്പിന്റെയും മാന്ദ്യത്തിന്റെയും അവസ്ഥയില്ല. കാർഷിക മേഖലയിൽ നിന്നും മാറി നാണ്യവിളകളുടെ ഉത്പാദനത്തിലേക്ക് തിരിഞ്ഞ കേരളത്തിലെ കാർഷിക മേഖല പൊതുവിൽ മലയോര മേഖല, നമ്മുടെ ബ്ലോക്ക് മലയോര മേഖലയാണ്. റബ്ബറിന്റെ പ്രതിസന്ധി മൂലം, വിലയിടിവ് മൂലം കർഷകർ ഇതെല്ലാം വിട്ടുപേക്ഷിച്ചു പോവുകയും ആത്മഹത്യയുടെ വക്കീലുമാണ്. പച്ചക്കറി അതേപോലെയുള്ള വിഭവങ്ങൾ അല്ലെ കാർഷിക ഉൽപ്പന്നങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഒന്നാമത് അതിനാവശ്യമായ ശാസ്ത്രീയമായ പരിശീലനം നമുക്ക് ലഭിച്ചിരിക്കുന്നില്ല. പിന്നെ മുടക്കുമുതൽ തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യവും ഈ മേഖലയിലെല്ലാം ഉണ്ടാവുകയാണ്.
റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 67 കർഷക സംഘങ്ങൾക്കാണ് കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാർഷിക യന്ത്രങ്ങളുടെ വിതരണം നടന്നത്. കാർഷികാവശ്യങ്ങൾക്കായി കുഴിയെടുക്കുവാനുള്ള യന്ത്രം, കാടുവെട്ടുന്ന യന്ത്രം, തെങ്ങിന് മരുന്നടിക്കുന്ന യന്ത്രം, ഉഴവുയന്ത്രം തുടങ്ങിയ കാർഷികോപകരണങ്ങളാണ് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത്. പച്ചക്കറി വികസന പദ്ധതികൾക്കായി 11 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും കർഷകർക്കായി അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ കർഷകരെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 67 കർഷക സംഘങ്ങളിലെ നിരവധി കർഷകർ വിതരണോദ്ഘാടനത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിവലികാല, ഷൈനി രാജീവ്, ചിറ്റാർ ഡിവിഷൻ അംഗം റഹിയാനത്ത് ബീബി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി MS തോമസ്, റാന്നി കൃഷി ഓഫീസർ ടോണി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റി UK, റാന്നി മലയാളി അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈസ്റ്റർ കാരുണ്യ സംഗമം 2015 നടന്നു. റാന്നി 5 വഴി ആകാശപ്പറവുകളുടെ ദിവ്യകാരുണ്യാശ്രമത്തിൽ നടന്ന സംഗമം ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു. റാന്നി ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റിയുടെയും റാന്നി UK മലയാളി അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ റാന്നി 5 വഴി ആകാശപ്പറവുകളുടെ ദിവ്യ കാരുണ്യാശ്രമത്തിൽ വെച്ച് ഈസ്റ്റർ കാരുണ്യ സംഗമം 2015 നടന്നു. യാക്കോബായ സുറിയാനി സഭ നിരളം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത കാരുണ്യ സംഗമം ഉദ്ഘാടനം ചെയ്തു. എന്റെ കൂട്ടായ്മയിലേക്ക് ആനയിച്ചു രോഗികളെ സൗഖ്യമാക്കി പരമ്പരാഗത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നടന്ന ആളുകളെ, പ്രത്യേകിച്ച് ധനികരെ, പാവപ്പെട്ടവരെ, കരുതാത്തവരെയൊക്കെ ദൈവം കർത്താവ് വിമർശിച്ചു. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് അവസാനം കർത്താവ് തിരിച്ചുവരണം ഏൽക്കേണ്ടി വന്നത് എന്നത് തന്നെ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ദൈവരാജ്യത്തിൽ പ്രതിഫലം ലഭിക്കും, നീതി നിമിത്തമായി പീഡിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ എന്നുള്ള കർത്താവിന്റെ വചനം മാത്രം നമുക്ക് ആശ്രയമാണ്. 25-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ന്യായവിധിയുടെ നാളിൽ കർത്താവ് എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവിടെ സ്വർഗ്ഗരാജ്യം പ്രാപിക്കുവാനായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏത് മാമോദീസ എഴുന്നേറ്റത്, ഏത് പള്ളിയിലാണ് പോയത്, ഏത് കൂട്ടായ്മയിലാണ് പങ്കെടുത്തത് എന്നൊന്നും അല്ല അവസാനത്തെ ചോദ്യങ്ങൾ. ഗുഡ് സമരിറ്റൻ സൊസൈറ്റി ചെയർമാൻ ഫാദർ ബെൻസി മാത്യു അധ്യക്ഷനായിരുന്നു. 1 ദശാബ്ദത്തിലേറെയായി തെരുവിൽ അലയുന്നവരെ പരിചരിക്കുന്ന ദിവ്യ കാരുണ്യാശ്രമത്തിലെ ബ്രദർ ജോസഫ് കല്ലറയ്ക്കിന് ഗുഡ് സമരിറ്റൻ പുരസ്കാരം അഭിവന്ദ്യ മെത്രാപ്പൊലിത്ത നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം മറിയാമ്മച്ചെറിയാൻ, ആലിച്ചനാറുന്നിൽ, സമതമേപ്പുറത്ത് പ്രസാദ് കടവൂഴ, ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് ജേക്കബ്, പ്രൊഫസർ KO കുര്യാക്കോസ്, പ്രൊഫസർ MC കോയ തുടങ്ങിയവർ പങ്കെടുത്തു. നന്ദിക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് ഈ അവാർഡ് തോന്നുന്നത്. കാരണം ഈ ദേശത്ത് നന്ദി ചെയ്യുവാനായിട്ട് അനേക ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനൊരു ഉപകരണം മാത്രമാണ്. ഈ 10 വർഷക്കാലമായിട്ട് ഇവിടെ വന്നു. ഞാൻ ഈ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച 11 വർഷം നൽകിയാണ് ഈ റാന്നി വന്നിട്ട്. ഈ റാന്നി വരുമ്പോൾ ഞാൻ ഇന്ത്യയിലായി ദുബായിൽ ഒരു മാസവും അന്തേവാസികൾക്കൊപ്പം ഈസ്റ്റർ സ്നേഹവിരുന്നും നടന്നു. സിറ്റി ന്യൂസ്, റാന്നി. വെച്ചുച്ചിറ കുന്നം മർത്തോമ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രത്യേക ക്യാമ്പ് സമാപിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, കലാസന്ധ്യ, പഠനയാത്ര എന്നിവയും നടന്നു. പ്രിൻസിപ്പൽ റോബിൻ G. അലക്സ് സമാപന സന്ദേശം നൽകി. പ്രോഗ്രാം ഓഫീസർ ഷൈജു ചെറിയാൻ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി. Trine Suites, the lake-facing 48 super deluxe fully furnished apartments with world-class amenities. Located at most serene location in Arur at Kochi, facing Vembanad Lake. Call 9349892210, 9349383837.
വാർത്തകൾ തുടരുന്നു. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളി സംയുക്ത സമരസമിതി റാന്നി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് PS ശശി ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് പ്രീമിയം ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് റിക്ഷാ മേഖലയെ പ്രതിസന്ധിയിലാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംയുക്ത മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്നി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് PS ശശി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി മാസം 20, 21 തീയതികളിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം, അതായത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 48 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഈ പണിമുടക്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത ഒരു വലിയ ധർമ്മസമരമായിരുന്നു. അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സർക്കാർ ഈ സമരത്തെ ഒരു നിഷേധാത്മകമായ സമീപനത്തോടുകൂടിയാണ് വീക്ഷിച്ചത്. അനധികൃതമായ വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. നല്ലൊരു ശതമാനം വരുന്ന ജനവിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് 5 മുതൽ 15% വരുന്ന വൻകിട സമ്പന്ന വിഭാഗങ്ങൾക്ക് സമ്പൂർണ്ണ പിന്തുണയും നൽകുന്ന പരിഷ്കാരങ്ങളും നയങ്ങളും വലിയ സാമൂഹിക അസമത്വമാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. CITU റാന്നി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഏറ്റവും ഭീകരമായ യാതൊരു മര്യാദയുമില്ലാതെ ഒരു മാനദണ്ഡവുമില്ലാതെയാണ് ഇൻഷുറൻസ് പ്രീമിയം ഭീമമായി വർദ്ധിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് 3500 ആണെങ്കിൽ ഇപ്പോൾ 6000 ഉയർത്തിയിരിക്കുന്നു. ഇവിടെ ചെറു കാറുകൾക്ക് 8000 എന്നുള്ളത് 16000 ഉയർത്തിയിരിക്കുന്നു. എന്ത് മാനദണ്ഡമാണ് പറഞ്ഞിട്ടില്ല. എല്ലാ വർഷവും 10% ഇൻഷുറൻസ് പ്രീമിയം റെഗുലേറ്ററി അതോറിറ്റി വർദ്ധിപ്പിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് കുമാർ INTUC, രാധാകൃഷ്ണൻ, KG സുരേഷ്, BMS സുരേഷ്, CITU വിവിധ തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു. സിറ്റി ന്യൂസ് റാന്നി. സംസ്ഥാനത്ത് 8-ാം തീയതി ബുധനാഴ്ച ഹർത്താലും വാഹന പണിമുടക്കും. ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയും മത്സ്യമേഖലയിലെ സംഘടനകളുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. SNDP യോഗം റാന്നി യൂണിയനെതിരെ അപകീർത്തികരമായ വാർത്ത പ്രചരിപ്പിച്ച ദൃശ്യമാധ്യമത്തിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. SNDP യൂണിയൻ ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് ശാഖായോഗം പ്രവർത്തകർ പങ്കെടുത്തു. SNDP റാന്നി താലൂക്ക് യൂണിയനെതിരെയും ഭാരവാഹികൾക്കെതിരെയും അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നാരോപിച്ചാണ് റാന്നി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ റാന്നിയിലെ ഒരു ദൃശ്യമാധ്യമത്തിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. യൂണിയൻ പ്രസിഡന്റ് വസന്തകുമാർ, സെക്രട്ടറി PN സന്തോഷ് കുമാർ, യൂണിയൻ കൌൺസിൽ അംഗങ്ങൾ, ബോർഡ് അംഗങ്ങൾ, വിവിധ ശാഖായോഗം പ്രവർത്തകർ, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ, വനിതാ ബാലസംഘം പ്രവർത്തകർ, മൈക്രോ ഫിനാൻസിലെ അംഗങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് SNDP യോഗം പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കുചേർന്നത്. ദൃശ്യമാധ്യമ അഹങ്കാരത്താൽ SNDP അപമാനിച്ചാൽ സിറ്റി ന്യൂസ് റാന്നി. നിര്യാതരായി. റാന്നി ഇട്ടിച്ചൂട് ഓലിക്കൽ എബ്രഹാം B. മാത്യുവിന്റെ കുഞ്ഞുഞ്ഞച്ചൻ ഭാര്യ ശോശാമ്മ എബ്രഹാം റോസമ്മ നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം 9-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി നസ്രേത്ത് മർത്തോമ പള്ളിയിൽ. പരേത റാന്നി താഴോമ്പടിക്കൽ കുടുംബാംഗമാണ്. ജോജി M. എബ്രഹാം, ഡോക്ടർ റീജ ലിജോ എന്നിവർ മക്കളും ആൻസി ലിജോ എന്നിവർ മരുമക്കളുമാണ്. റാന്നി തോട്ടമൺ അറക്കപ്പെരുമേത്ത് പരേതനായ മാത്തുക്കുട്ടിയുടെ ഭാര്യ മറിയാമ്മ മാത്യു നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം 9-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് ഐത്തല സെന്റ് കുറിയാക്കോസ് ജ്ഞാനായ പള്ളിയിൽ. പരേത റാന്നി തോട്ടുംപുറത്ത് കുടുംബാംഗമാണ്. കുഞ്ഞുഞ്ഞമ്മ, പൊന്നമ്മ, ലീലാമ്മ, ലില്ലിക്കുട്ടി, ഗ്രേസിക്കുട്ടി, ബാബു, ജോസ് എന്നിവർ മക്കളും പരേതനായ കുഞ്ഞുമോൻ, പരേതനായ ബേബി, കുഞ്ഞുമോൻ, സോമൻ, തോമസ് കുട്ടി, സാലമ്മ, ബിന്ദു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തന്നെ പുറത്താക്കിയില്ലെങ്കിൽ KM മാണിയെ പുറത്താക്കുമെന്ന് PC ജോർജ്. സരിതയുടെ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുണ്ടായിരുന്നുവെന്നും PC ജോർജ്.
താൻ എഴുതിയ യഥാർത്ഥ കത്ത് പുറത്തുവിടുമെന്ന് സരിത എസ് നായർ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്ത് തന്റേതല്ലെന്നും സരിത. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് 2014-15 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് കാർഷികോപകരണങ്ങൾ വിതരണം ചെയ്തു. റാന്നിയിൽ ഈസ്റ്റർ കാരുണ്യ സംഗമം നടന്നു. UK മലയാളി അസോസിയേഷന്റെ സഹകരണത്തോടെ നടന്ന ഈസ്റ്റർ സംഗമത്തിൽ പങ്കെടുത്തത് നിരവധി ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.